നമ്മുടെ യാത്രയിൽ നിരവധി കലാകാരന്മാരെയും കലാകാരികളെയും ഒക്കെ നമ്മൾ കണ്ടുമുട്ടും. അതിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു കലാകാരി, യഥാർത്ഥത്തിൽ കലാകാരി നമ്മളെ കണ്ടുമുട്ടുകയായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ കോർഡിനേറ്റർ സുധിയോട് ഈ ആഗ്രഹം പ്രകടിപ്പിക്കുക. അപ്പോൾ സുധി പറഞ്ഞു ഇനി കാസർഗോഡ് വരുമ്പോൾ പാടിയേ പോരെ. അപ്പോൾ ഭവന്യ പറഞ്ഞു അല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് തീവണ്ടി പിടിച്ച് കോട്ടയത്തെത്തി. രാവിലെ എത്തിയതേ ഉള്ളൂ അല്ലേ ഭവന്യ? രാവിലെ ട്രെയിൻ ഇറങ്ങി നേരെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരികയാണ് ഭവന്യ. അപ്പോൾ യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്ര സുഖമായിരുന്നു. ഭവന്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പം 9th. ഏതാ സ്കൂള്? ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട്. അപ്പോൾ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാടിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഭവന്യയുടെ ഒരു ഗംഭീര പാട്ട് കേൾക്കാം. ഭവന്യ പാടുമ്പോൾ ജയന്റെ മൂളലും ഉണ്ടാവും അല്ലേ, പാട്ടും ഉണ്ടാവും, എന്താണ് ഫ്ലൂട്ടും ഉണ്ടാവും. ശരി, നമുക്ക് തുടങ്ങാം. ഞാൻ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തെന്നലറിയാതെ അണ്ണാരക്കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാപ്പൂവിൻ്റെ കണ്ണീരൊപ്പാമോ, ഊഞ്ഞാലാട്ടിയുറക്കാമോ, ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. വാ ഭവന്യ, തീവണ്ടി പിടിച്ചു വന്ന് ഞങ്ങളുടെ ഹൃദയം കീഴടക്കി. ഗംഭീരം അല്ലേ, നന്നായിട്ട് പാടി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഭവന്യ. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദുർഗാ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അല്ലേ. ഭവന്യ ട്രൂപ്പിലൊക്കെ പാടാറുണ്ടോ? ഏറ്റവും കൂടുതൽ കൈ കിട്ടുന്ന പാട്ട് ഏതാ? ഇപ്പൊ ഏറ്റവും അടുത്ത് പാടി ഏറ്റവും കൂടുതൽ കൈ കിട്ടിയത് ഏതാ? പതിഞ്ഞ താളത്തിലുള്ളൊരു നാടൻ പാട്ട്. പതിഞ്ഞ താളത്തിലുള്ളൊരു നാടൻ പാട്ട്. അപ്പോൾ നാടൻ പാട്ടിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കൂ.